നമ്മൾ ഇപ്പം കുറച്ച് മുന്നേയൊക്കെ സിനിമയിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ സിനിമകൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇപ്പം നരസിംഹത്തിൽ പറയുന്ന അതായത് രണ്ടടി തരാൻ ഞാൻ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണ് വേണം എന്ന് പറഞ്ഞത് പണ്ടിരുന്ന് കൈയടിച്ചിട്ടുള്ള ഹൈ ആയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലുള്ള ആളാണ് ഞാനും. പക്ഷേ ഇപ്പോഴും ഈ ബാഡ് ബോയ് സിൻഡ്രോം ഉണ്ട്. ആൾക്കാർക്ക് ഇപ്പോഴും കുറച്ച് അഗ്രസീവായിട്ടുള്ള ഇപ്പം നമ്മളിപ്പം എന്താ പറയുക ആൽഫ മെയിൽ പല സിനിമകളിലും അഗ്രസീവായിട്ട് സ്നേഹം കാണിക്കുന്ന എല്ലാവരെയും ഇടിച്ചിടുന്ന ഈവൻ റൊമാൻസ് പോലും അഗ്രസീവായിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ കുറച്ചൊരു എന്താണ് പറയുക ഒരുപാട് ഗേൾ ഫ്രണ്ട്സൊക്കെ ഉള്ള അങ്ങനത്തെ ആൾക്കാർക്ക് തന്നെയാണ് ഇപ്പോഴും ഇവിടെ വാല്യൂ കൂടുതലൊന്നും നല്ലപോലെയുള്ള ആൾക്കാർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല എന്നും പറയുന്നുണ്ട്. അതായത് നല്ലവനായിപ്പോയി അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു പാർട്ട്ണറെ കിട്ടുന്നില്ല. ഇത് ശരിക്കും എത്രത്തോളം കറക്റ്റാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ? ഇപ്പോഴും ശരിക്കും ഈ ബാഡ് ബോയ് സിൻഡ്രോം, സോ കോൾഡ് ബാഡ് ബോയ് സിൻഡ്രോം ഇപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇതിൽ ഞാൻ ആദ്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം കേട്ടോ. അതായത് ഈ ബാഡ് ബോയ്സ് അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അതായത് നമ്മളവരെ സേഫ് ആയിട്ടുള്ള ആളുകൾ എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ബേസിക്കലി ആ ആളുകൾ വളരെ കാമായിട്ടും ഈ പറയുന്ന ഹൈസും ലോസും ഇങ്ങനെ ആ രീതിയിൽ ബിഹേവ് ചെയ്യാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള രീതിയിൽ പോകുന്ന ആളുകളെ വിചാരിക്കൂ. അപ്പോൾ നമുക്ക് അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ബോറിംഗ് ആയിട്ടോ എക്സൈറ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്തതുപോലെയൊക്കെ തോന്നാം. പക്ഷെ അതാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ അധികം വളർന്നു വന്നിട്ടുള്ള സാഹചര്യത്തിൽ അടി ഇടി ബഹളം ഈ പറയുന്ന ഫിലിംസിൻ്റെ ഇൻഫ്ലുവൻസ് ഇതെല്ലാം കൂടിയൊക്കെ വന്ന് ഈവൻ പല രീതിയിലുള്ള പ്രഷേഴ്സ് നമ്മളുടെ ലൈഫിൽ വന്നു പോയി നമ്മളുടെ ബോഡി, നമ്മളുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ നാഡീവ്യൂഹമൊക്കെ വളരെ ട്യൂൺഡ് ആയിട്ടുണ്ടാവുക ഈ അപ്സ് ആൻഡ് ഡൗൺസിനോടാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഫെമിലിയർ ആയിട്ടുള്ള ഹെല്ല് ചൂസ് ചെയ്യും. അപ്പോൾ ഈ പാവം പിടിച്ച ആൾക്കാർ നമ്മൾ പറയുന്ന സേഫ് ആയിട്ടുള്ള സമാധാനപ്രിയരായിട്ടുള്ള ലൈഫ് നമുക്ക് അവരുടെ കൂടെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഡിഫറെൻ്റ് ഒപ്പീനിയൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. ഒരു ഡിസ്കഷനിലൂടെ ആയിരിക്കും ഡിസിഷൻ മേക്കിംഗ് വരിക. നമ്മളെ മനസ്സിലാക്കാനും എംപത്തറ്റിക്കായിട്ടും ഒക്കെ കൂടെ നിൽക്കുന്ന ഈ ആളുകളെ നമ്മൾ പലപ്പോഴും ബോറിംഗ് ആയി കണ്ട് അവരെ ചൂസ് ചെയ്യാറില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. മറ്റ് ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ആളുകളുടെ കാര്യം എന്ന് വരുമ്പോഴത്തേക്കും ഈ പറയുന്ന ബോഡി കെമിക്കൽസാണ് അവിടെ ഫങ്ഷൻ ചെയ്യണത്. ലൈക്ക് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഗാംബ്ലിങ് ചെയ്യുന്ന ആളെ വിചാരിക്കുക, അവർ എല്ലാ തവണയും ജയിച്ചിട്ടാണോ പിന്നെയും ഗാംബ്ലിങ്ങിന് പോകണേ? അല്ല, ലോസും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ലോസ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ വിന്നിനാണ് അതിൻ്റെ ഹൈ ആണ് അവരുടെ റീഇൻഫോഴ്സ്മെൻറ്റ്. അതെ. അപ്പോൾ അതേ സാധനമാണ് ഈ പറയുന്ന ബാഡ് ബോയ്സോ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസിലോ കിട്ടുന്നത്. അപ്സും കിട്ടും ഡൗൺസും കിട്ടും. പക്ഷെ ആ ഡൗൺ കഴിഞ്ഞിട്ട് വരുന്ന ഹൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു അഡിക്റ്റീവ് പാറ്റേൺ ആണ്, അതൊരു ഹെൽത്തി പാറ്റേണേ അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞത് ഈ രണ്ട് കാര്യത്തിൻ്റെയും ഒരു സൈഡിലുള്ള ഗുഡും മറ്റേ സൈഡിലുള്ള ബാഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ വേറൊരു സൈഡൂടെ പറയാം കേട്ടോ. ഇനി നേരത്തെ പറഞ്ഞ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളില്ലേ, ഈ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളെ ചിലപ്പോൾ നമ്മൾ ബാഡ് ബോയ്സ് ആയിട്ട് കാണാറുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഡിസിഷൻസ്, ഒപ്പീനിയൻസ്, ബൗണ്ടറീസ്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ക്ലാരിറ്റി ഉള്ള ആൾക്കാർ. യെസ് അല്ലേ, ആ ക്ലാരിറ്റി ഉള്ള കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളെ ചിലപ്പോൾ നമ്മൾ ബാഡ് ബോയ്സ് ആയിട്ടും വ്യാഖ്യാനിക്കാറുണ്ട് റിലേഷൻഷിപ്സിൽ. കാരണം മേ ബി ഫീമെയിൽസ് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവർ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പല ഇമോഷണലി നമുക്കുള്ള നീഡ്സും നമ്മുടെ ഉള്ളിൽ കിടന്ന് പ്രശ്നമാക്കുന്നത് കാരണം നമ്മൾ ഇമോഷണൽ ആവുന്നതായിരിക്കാം. ആൻഡ് മെൻ റൈറ്റ് ആവാം. ഓക്കെ അപ്പം നമ്മൾ അവരെ ബാഡ് ബോയ്സ് എന്ന് പറയാൻ പാടില്ല. ആൻഡ് സെയിം ടൈം ഈ പാവം പിടിച്ച ആൾക്കാരുടെ കാര്യം നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വരുന്ന വേറൊരു കാറ്റഗറി ഉണ്ട്. ഒരു കാര്യത്തിനും ഒരു ഒപ്പീനിയൻ ഇല്ലാതെ എന്താണെങ്കിലും നിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ആളുകൾ, ലൈഫിൽ എന്ത് ക്രൈസിസ് വന്നാലും നമ്മൾ വേണം അവിടെ കയറി സോൾവ് ചെയ്യാൻ. ബേസിക്കലി അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഇല്ല, നമുക്കൊരു കൈസഹായത്തിന് ആളെ കിട്ടിയതുപോലെ ഇരിക്കും. അപ്പം ബാഡ് ബോയ്സ്, ഗുഡ് ബോയ്സ്, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ,
ഒരു ഒപ്പീനിയനും ഇല്ലാത്ത ആളുകള്, ആ ഇങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറി ഉണ്ട്. ഇത് ആണുങ്ങളിൽ മാത്രമല്ല പെൺകുട്ടികളിലും ഇത് ഇതേപോലെ ഉണ്ട്. ഓക്കെ. ഞാൻ ഇത് പറയുന്നതിന്റെ കൂട്ടത്തിൽ പറയാം, ഇപ്പം ഈ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, നന്നായിട്ട് പെരുമാറുന്ന പെൺകുട്ടികളുണ്ട്. തിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് പേടിച്ചിട്ട് ബോയ്സ് ഇപ്പോഴും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് സോഷ്യലി ഉണ്ടല്ലോ. അതെ അതെ അതെ. പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ആ ഒരു ഇമോഷണൽ ഇത് കാരണം അവർ ചെയ്ത് ഹോർമോൺസ് ഒക്കെ കാരണം ആ, കുറച്ച് അവർക്ക് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് മാത്രം പോകുന്നതുണ്ട് എന്നല്ലേ? ഉണ്ട്. പക്ഷെ ഈ ഒരു കാര്യം പറയണോണ്ട് തന്നെ പറയട്ടെ, അങ്ങനെയുള്ള ഇമോഷണൽ ടേമോയിലും അങ്ങനെയൊക്കെ പെരുമാറുന്ന കുട്ടികൾക്ക് അതിനുള്ള മെഡിക്കേഷൻസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതൊന്നും ചൂസ് ചെയ്യാതെ ഓപ്പോസിറ്റുള്ള ആളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് അങ്ങനെയുള്ള പെൺകുട്ടികളുണ്ട്. സോ ബാഡ് ബോയ്സ് മാത്രമല്ല ബാഡ് ഗേൾസും ഗേൾസും ഉണ്ട്. ഉണ്ട്. ആണുങ്ങൾക്ക് അങ്ങനത്തെ ഗേൾസിനോടാണ് പക്ഷെ ഐ ഹാവ് ഓൾവേസ് അല്ല, ഫൗണ്ട് അല്ല. അല്ലേ, അതാണ് ഇതിലെ കാര്യം. എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങൾക്ക് അവരത് ടോളറേറ്റ് ചെയ്യില്ല. ഇല്ല, പെണ്ണുങ്ങൾക്ക് ഇപ്പോഴും ഇൻ എ വേ കുറച്ചൊരു ഡോമിനേറ്റ് ചെയ്യുന്ന, വൾണറബിൾ ആവുന്നതിനെക്കാട്ടിലും ഡോമിനേറ്റ് ചെയ്യുന്ന, എനിക്കൊരു ഷോൾഡർ എല്ലാ സ്ഥലത്തും ഇങ്ങനെ നല്ല ഉറച്ചു നിൽക്കുക അങ്ങനെയുണ്ട്. പക്ഷേ ആണുങ്ങൾ പണ്ട് തൊട്ടേ ചൂസ് ചെയ്യുന്നത്, പ്രേമിക്കാൻ ചൂസ് ചെയ്യുന്നത് ഈവൻ കുറച്ചൊരു ഡ്രമാറ്റിക്, സോ കോൾ ഡ്രമാറ്റിക് ആൾക്കാരെ ആണെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ ഐ ഓൾവേസ് ഫെൽറ്റ് ദേ വോണ്ട് ദെയർ മദർ. യെസ് യെസ്, കംഫർട്ട്. ദേ വോണ്ട് വെരി കംഫർട്ടബിൾ, വെരി കാം, എല്ലാം സഹിക്കുന്ന, എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം പെണ്ണുങ്ങളാണ് ഇങ്ങനത്തെ പ്രശ്നത്തിൽ കൂടുതൽ പെടുകയെന്ന്. ആസ് ഇൻ എന്താ പറയുക, ഇപ്പം ഈ പറഞ്ഞല്ലേ, നമ്മൾ വളരെ ബോൾഡായിട്ടും ഡ്രമാറ്റിക് എന്നുള്ളത് ഞാൻ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഭയങ്കര ബോൾഡായിട്ടുള്ള പെൺകുട്ടികളുടെ അടുത്തൊക്കെ ഭയങ്കര അട്രാക്ഷനൊക്കെ തോന്നാം ആൺപിള്ളേർക്ക്. എന്നിട്ട് റിലേഷനിലൊക്കെ ആയിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതിയെ ഈ ബോൾഡായിട്ടുള്ള ആളെങ്ങനെ ട്യൂൺ ചെയ്ത് അവസാനം അവർ ഈ പറയുന്ന കംഫർട്ട് തരുന്ന നമ്മൾ ഗ്രൂമിംഗ് എന്നൊക്കെ പറയുന്ന ആളായിട്ട് മാറാറുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ മാരേജും പരിപാടികളൊക്കെ ഓക്കെ ആവും. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വിട്ടിട്ട് പോകുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. അപ്പോൾ മെന്നിലും വിമനിലും ഒക്കെ പല ട്രേറ്റ്സ് ഉള്ള ആളുകൾ ഉണ്ട്. നമുക്ക് ടൈപ്പ് കാസ്റ്റ് ചെയ്യാനോ ജനറലൈസ് ചെയ്യാനോ ഒന്നും പറ്റണില്ല. പക്ഷെ നമ്മൾ കെയർഫുള്ളായിട്ട് ടൈം എടുത്ത് മനസ്സിലാക്കി നമുക്ക് ഉറപ്പുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അടുത്ത സ്റ്റേജിലേക്കും അടുത്ത സ്റ്റെപ്പിലേക്കും പോയാൽ മതി റിലേഷൻഷിപ്പിൽ എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.